നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. വായനാ ദിനാചരണവും ക്ലബ്ബ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ജെഎം ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും സ്കൂൾ ലൈബ്രറിയിലേക്ക് ദിനപത്രം ഏറ്റുവാങ്ങലും ഗണിതമൂലയുടെ പ്രവർത്തനോദ്ഘാടനവും പുസ്തക പ്രദർശനവും അനുമോദന ചടങ്ങുകളും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ റാസിഖ് മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് ഫിലിം ഡയറക്ടറും എഴുത്തുകാരനുമായ അനിൽ കോവിലകം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ തിരൂർ ബാസിത് വെഡ്ഡിംഗ് മാൾ സ്പോൺസർ ചെയ്യുന്ന മലയാള മനോരമ ദിനപത്രം സ്കൂൾ ലൈബ്രറിയിലേക്ക് ഏറ്റുവാങ്ങി. ബാദ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിശീലകർക്കുള്ള പരമോന്നത ബഹുമതിയായ ഹിമാലയൻ വുഡ് ബാഡ്ജ് കരസ്ഥമാക്കിയ ഓമന ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കും അനുമോദനം നൽകി. മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ എം സൈനുദ്ദീൻ, സി ജൗഹർ, PTA പ്രസിഡന്റ് നിസാർ ബാബു, നൌഷാദ് പരന്നേക്കാട്, ഉനൈസ് VP, ബാസിത് വെഡ്ഡിംഗ് മാൾ MD ബാസിത്, റിയാസ്, ജോസഫി ടീച്ചർ, സമീറ ടീച്ചർ, ലത ടീച്ചർ, സെക്കീന ടീച്ചർ എന്നിവർ ആശംസകൾ നേർന്നു. ഹർഷ ടീച്ചർ നന്ദി രേഖപ്പെടുത്തി. ലൈബ്രറിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള ബാസിത് വെഡ്ഡിംഗ് മാളിന്റെ MD കൂടിയായിട്ടുള്ള ബാസിത് സാർ ഉൾപ്പെടെയുള്ള അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അണിനിരക്കുന്ന ഒരു വേളയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ളതാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. എല്ലാവരും മൊബൈലിലൂടെ, ഞാനടക്കം മുമ്പ് വായിച്ചപ്പോൾ വായിക്കാൻ നമുക്ക് കുറേ ഫ്രീ സമയം വരുന്ന സമയം കണ്ടെത്താൻ കഴിയുന്നില്ല. മൊബൈൽ വായിച്ചാണ് നമ്മൾ കൂടുതൽ എല്ലാവരും ബന്ധം. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സുന്ദരികൾക്കും സുന്ദരന്മാർക്കും ആദ്യമേ ഞാൻ ഈ വായനാ ദിനത്തിൽ അഭിനന്ദനം അർപ്പിക്കുന്നു. എല്ലാ ടീച്ചേഴ്സിനും എല്ലാ സ്റ്റാഫിനും സ്നേഹം അറിയിച്ചുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളോട് പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? ഹാപ്പിയാണോ? ഇന്നത്തെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം അല്ലേ? ഇന്നത്തെ ദിവസം എത്രയാണ്? എന്ന് മുതലാണ് ജൂൺ 19 വായനാ ദിനമായി തുടങ്ങിയത്? 1900 ഞാൻ നിങ്ങൾക്ക് കൈ എഴുതാം. നമ്മുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടോ? ഉണ്ട്. ലൈബ്രറി പോകുന്നവരാണോ അവിടെ ഉള്ളത്? പോകുന്നവർക്ക് കൈവയ്ക്കും. ലൈബ്രറി പോകുന്നവരുടെ കൈവയ്ക്ക് കവിതകൾ വായിക്കുന്നു, നോവലുകൾ വായിക്കുന്നു, നോവലിസ്റ്റുകൾ വായിക്കുന്നു, ഗന്ധകാവ്യങ്ങൾ വായിക്കുന്നു, മഹാകാവ്യങ്ങൾ വായിക്കുന്നു. അതിനെക്കൊണ്ടുള്ള പ്രയോജനം എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. വായനയിലൂടെ നമുക്ക് വലിയ അറിവ് കിട്ടും. അറിവ് കിട്ടുമല്ലോ അല്ലേ? വേറെ എന്തെല്ലാം നമുക്ക് വായനയിലൂടെ കിട്ടും? ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.